ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ദാനിഷാണ്. ചൈനയിലെ ജിലിൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBS പഠനം പൂർത്തിയാക്കിയിട്ട് FMG എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറാണ്. വിദേശത്ത് പോകുന്ന കുട്ടികൾക്ക്, എസ്പെഷ്യലി പുതിയ സാഹചര്യത്തിലേക്ക് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു അനുഭവസ്ഥനായിട്ടുള്ള ഒരു ഡോക്ടർ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. ഇദ്ദേഹം 6 വർഷം മുമ്പ് അല്ലേ, ഞാൻ ആദ്യമായിട്ട് വ്ളോഗൊക്കെ ചെയ്തത് ആ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിലൊക്കെ ഉള്ളൊരു വ്യക്തി കൂടിയാണെന്നുള്ള ഒരു അഭിമാനം കൂടെ എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ചൈനയെ കുറിച്ച് മാത്രമല്ല, തിരിച്ചു വന്നൊരു ഇന്ത്യയിലെ FMG എക്സാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളിൽ കൂടെ നമ്മൾ പോകുന്നുണ്ട്. അപ്പം ഹായ് ദാനിഷ്. അപ്പോൾ നമ്മൾ വിദേശത്ത് പോകുന്നത്, ഇപ്പം നിങ്ങൾ പോയി കഴിഞ്ഞു, സക്സസ്ഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്, എന്ത് തോന്നുന്നു തിരിച്ചു നോക്കുമ്പോൾ? സന്തോഷം തോന്നുന്നു. കാരണം ചെറുപ്പം മുതലേ ആഗ്രഹമാണ് ഡോക്ടർ ആവണം എന്നുള്ളത്. അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയതിൽ ഭയങ്കര സന്തോഷം. ഓക്കെ. അപ്പം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സെലക്ഷൻ, അതുപോലെ അവിടുത്തെ ഒരു അനുഭവങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്വാഭാവികമായിട്ടും ഈ കൊറോണ പശ്ചാത്തലത്തിലൊക്കെ കുറേ പ്രയാസങ്ങളൊക്കെ, ചൈനയിലേക്ക് പോകാൻ പറ്റാതെയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളിപ്പോൾ FMG ഇപ്പോൾ നാട്ടിലെ ലൈസൻസി എക്സാമിനേഷൻ ക്ലിയർ ചെയ്തു, ഇങ്ങനെ നിൽക്കുന്നൊരു പശ്ചാത്തലം. അപ്പോൾ നമുക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ നല്ലതുണ്ട്, മോശമുള്ളത് ഓർമ്മകളുണ്ടായിരിക്കും. എന്താണ് നിങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയുന്ന കാര്യങ്ങൾ? നമ്മൾ ഒന്നാമത് ചൈന നല്ല രാജ്യമായിരുന്നു, ഭയങ്കര നമുക്ക് അഡ്വാൻസ്ലി ടെക്നിക്കലി ആണെങ്കിലും എന്തുകൊണ്ടും ഭയങ്കര മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അപ്പം നമ്മൾ പുതിയൊരു രാജ്യത്ത് പോയി അവിടെ പോയി നിൽക്കുമ്പം ആ രാജ്യത്ത് പുതിയൊരു സിസ്റ്റത്തിലോട്ട് മാറുകയാണ്. മെഡിസിൻ ആണെങ്കിലും നമ്മളിവിടെ കാണാത്ത കുറച്ച് ഇപ്പം റോബോട്ടിക് സർജറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഊട്ടിയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. പിന്നെ തിരിച്ചു വന്നു FMG ക്ലിയറായി, ഭയങ്കര സന്തോഷം. FMG ക്ലിയർ ആയതിൽ ഇനി ഹൗസ് സർജൻസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾ തിരഞ്ഞെടുത്തൊരു യൂണിവേഴ്സിറ്റി, അതിനെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? എന്താണ് ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയാനുള്ളത്? യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്ത സമയത്ത് ഞാൻ വേറൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പം വേറൊരു യൂണിവേഴ്സിറ്റിയാണ് കിട്ടിയത്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഈ ജിലിൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ച്. നമുക്ക് അറിയില്ലല്ലോ, മുന്നേ പോയി പരിചയമില്ലല്ലോ. അപ്പം അവിടുന്ന് 2 സീനിയേഴ്സുമായിട്ട് കണക്റ്റായി. നിങ്ങൾ ഒരു അറിയുന്ന 2 മുന്നേ അഡ്മിഷൻ ചെയ്തതാണെന്ന് തോന്നുന്നു. അവർ 2 കണക്ട് ചെയ്തു. അങ്ങനെ അവരോട് സംസാരിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ വന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പം ഇപ്പം തിരിഞ്ഞ് നോക്കുമ്പം എനിക്കത് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. എൻ്റെ യൂണിവേഴ്സിറ്റി വളരെ നല്ല യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഓക്കെ. ജിലിൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലാണെങ്കിലും എക്സ്പോഷർ വൈസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ വളരെ ജിലിൻ യൂണിവേഴ്സിറ്റി, നമുക്ക് അവിടെ 2 യൂണിവേഴ്സിറ്റി ഉണ്ട്. ഒന്ന് ബൈലിംഗ്വലാണ്, അത് വേറെ തന്നെ യൂണിവേഴ്സിറ്റിയാണ്, പേര് സിമിലർ ആണ്. പല വിദ്യാർത്ഥികളും തെറ്റിദ്ധരിക്കുന്നത് ജിലിൻ മെഡിക്കലും സെയിം ആണ്. ജിലിൻ AA ക്ലാസ് യൂണിവേഴ്സിറ്റിയാണ്. അത് ചൈനയിലെ AA ക്ലാസ് എന്ന് പറഞ്ഞാൽ അവരൊരു അക്രഡിഷൻ കൊടുക്കുന്നതാണ്, അത് യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെയാണ് പോയത്. മറ്റൊരുത്തും പിള്ളേരുണ്ട്, അത് അവര് മുന്നേ അവര് നോക്കിയിട്ട് പോകുന്നത്. നല്ല യൂണിവേഴ്സിറ്റി തന്നെയാണ്, കുഴപ്പമില്ല. പുതിയ പശ്ചാത്തലത്തിൽ അവിടെ പഠിക്കുന്നത്, അവിടെ പുതിയ എന്തൊക്കെയോ നിയമത്തിന്റെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ജിലിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ പോയത്, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ കൊച്ചിയിൽ നിന്ന് പോയി, വളരെ നല്ലൊരു മനോഹരമായ യാത്രയാണ്. എൻ്റെ അതിന്റെ വീഡിയോസ് വിഷ്വൽസ് ഒക്കെ ഉണ്ട്. അത് ഇപ്പൊ നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഓർമ്മയാണ്. നമ്മള് ഫസ്റ്റ് പോകുന്ന അവിടെ പോയി ഫസ്റ്റ് കയറുന്ന, നമുക്ക് അന്നൊന്നും നമ്മള് ബ്ലോഗ് നമുക്ക് ചിന്തിക്കുന്നില്ലല്ലോ. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ കുറച്ച് സീനിയേഴ്സ് ഒക്കെ വന്ന് നമ്മൾ ക്ലാസ്സിലും കാണിച്ചതും. നമ്മളവിടെ അങ്ങനെ ഒരു രീതി തന്നെ ഉണ്ട്. നമ്മൾ പുതിയ ആൾക്കാർ വരുമ്പം സീനിയേഴ്സ് നമ്മളെ കൊണ്ടുപോകും, എല്ലാം കാണിച്ച് പരിചയപ്പെടുത്തി തരും. അങ്ങനെ ഒരു റാഗിങ് ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു ഏതൊരു യൂണിവേഴ്സിറ്റി ഇല്ലാത്ത പോലെ സീനിയേഴ്സിന്റെ ഭയങ്കരമായ സപ്പോർട്ട്. നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ നമ്മൾ 0-ൽ നിന്ന് കയറി ചെല്ലുവാണല്ലോ. അപ്പം നമുക്ക് അവിടെ സർവൈവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ആദ്യം നമുക്ക് കാണിച്ചു ഹെൽപ്പ് ചെയ്ത് തരും. നമ്മൾ പിന്നെ അടുത്ത് നമ്മുടെ ജൂനിയർ ബാച്ച് വരുമ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരു രീതിയായിട്ട് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഒരു ഏകദേശം 10-35 കുട്ടികൾ പോയിട്ടുണ്ട് ഉണ്ടായിരുന്നല്ലേ. അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? ഒരു 90-95% എല്ലാവരും ക്ലിയർ ചെയ്തു. FMG ക്ലിയർ ചെയ്തു, എല്ലാവരും ക്ലിയർ ചെയ്തു, എല്ലാവരും സക്സസ്ഫുള്ളി. ഇപ്പം എല്ലാവരും ഹൗസ് കുറച്ച് പേര് ബാക്കി വരുന്ന ഇപ്പോൾ 95 എന്ന് പറയുമ്പോൾ 5% കുറച്ച് പേര് അവര് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. FMG നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും ചില കുട്ടികൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുന്നതും ചില കുട്ടികൾ സെക്കൻഡ് അറ്റംപ്റ്റ്, ചില കുട്ടികൾ പാസ്സാവാത്തൊരു സിറ്റുവേഷൻ ഉണ്ടോ? അപ്പം ഇതിൽ പഠിച്ചവരും ഫെയിലായത് കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു 3 month 4 month മുമ്പ് പ്രിപ്പറേഷൻ സ്റ്റാർട്ടായവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുന്നതും കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല FMG. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് നമ്മുടെ ടൈം ആകുമ്പോൾ അത് കിട്ടും. അത് അങ്ങനെയാണ്. ഏത് വർഷം മുതൽ ഒരു കുട്ടി FMGക്ക് വേണ്ടിയിട്ട് ഒരുങ്ങണം? ഒരു 3rd ഇയർ ഒക്കെ ആണ് അതിൻ്റെ ഒരു ബെസ്റ്റ് ടൈം. 3rd 4th ഇയർ എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എന്നാൽ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. 5th ഇയറിനും നമുക്ക് പഠിക്കാൻ പറ്റും, 4th ഇയറിനും പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 3rd ഇയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ. ഇപ്പം കുറച്ചും അന്നത്തെ പോലെയല്ല, ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒരുപാടുണ്ട്. യൂട്യൂബിൽ നമുക്ക് ഗൈഡൻസ് കിട്ടും. ഒരുപാട് കാര്യങ്ങളുണ്ട്. ടെലഗ്രാമിൽ ഒരുപാട് ഫയൽസ് ഉണ്ട്, നോട്ട്സ് ഒക്കെ ഇപ്പം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ടാബൊക്കെ എല്ലാം യൂസ് ചെയ്യാം. മുന്നൊക്കെ എൻ്റെ സീനിയേഴ്സിൻ്റെ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അവരൊക്കെ ഇത് ബുക്സ് ഒക്കെ വെച്ച് പഠിക്കുമായിരുന്നു. അപ്പോൾ അതിലൊരു ബുദ്ധിമുട്ടുണ്ടായി, കാരണം എല്ലാവർക്കും ഒരേ കണ്ടന്റ് അല്ലല്ലോ കിട്ടുക. അവർ ഏത് ബുക്ക് പഠിക്കണം അങ്ങനെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ. ഇപ്പം നമുക്കൊരു പ്രോപ്പർ ഒരു ആപ്പ് ഉണ്ട്, പ്രപ്ലാഡർ മാരോ പോലത്തെ ആപ്പുകളുണ്ട്. അതല്ലാത്ത ഇപ്പം ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്റേഴ്സ് ആണെങ്കിൽ അറൈസ് NLC അങ്ങനത്തെ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ഡൽഹി ആണെങ്കിൽ കേരളത്തിലൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ക്വാളിഫൈഡ് ടീച്ചേഴ്സ് വന്ന് ആപ്പിൽ കാണുന്ന ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള സാധ്യതകൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടാവും? പോസ്റ്റ് ഗ്രാജുവേഷൻ നമുക്ക് FMGൻ്റെ പ്രിപ്പറേഷൻ പോലെ തന്നെയാണ്. MCQ ആണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. കാരണം FMG MCQ ആണല്ലോ. 300 ക്വസ്റ്റ്യൻസ്, നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നൊരു ഡിഫറൻസ് ആണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല, ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക്, 150 ആണ് കട്ട് ഓഫ്. അപ്പം നീറ്റ് PGക്ക് വരുമ്പോഴും നമ്മൾ മീറ്റ് ചെയ്യുന്നത് MCQ തന്നെയാണ്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നത് അതും ഈ FMG പാസ്സാവുന്ന തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? ഇപ്പോൾ ചൈനയിൽ തന്നെ ചില യൂണിവേഴ്സിറ്റി പാസിംഗ് റേഷ്യോ കുറവാണ്. അപ്പം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നിടത്ത് അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ്? അത് അറ്റ് ലാസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വൽ ആണ്, നമ്മുടെ പാസിംഗ് നമ്മുടെ കയ്യിൽ ഫൈനൽ. പക്ഷെ നമുക്ക് ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ചുറ്റുമുള്ള ഇരിക്കുന്ന പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളിരുന്ന് പഠിക്കും. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും പാസിംഗ് പെർസെൻറ്റേജ് കൂടുതലുള്ള യൂണിവേഴ്സിറ്റി പോയാൽ ഓഫ് കോഴ്സ് നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഫ്ലോയിൽ അങ്ങ് പോയി. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, നിശ്ചിത പെർസെന്റേജ് മാർക്കുള്ളവരെ എടുക്കും, കട്ട് ഓഫ് വെച്ചിരുന്നു. 75% മാർക്ക് വേണം, 80% മാർക്ക് വേണം. പിന്നെ അവർ അന്ന് ഇന്റർവ്യൂ പാസ്സാവാത്ത ഇഷ്ടംപോലെ കുട്ടികൾ ഉണ്ടായിരുന്നു. നമ്മളന്ന് അഡ്മിഷൻ എടുത്ത സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. വേറെ യൂണിവേഴ്സിറ്റി പോയി അവർ. പിന്നെ അപ്പം തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നിടത്ത് ഒരു ശ്രദ്ധ വേണം. ഉണ്ട്. അത് യൂണിവേഴ്സിറ്റി, ഒന്നാമത് യൂണിവേഴ്സിറ്റിൻ്റെ അകത്ത് നമുക്ക് ഈ യൂണിവേഴ്സിറ്റി എത്രത്തോളം പഴയ യൂണിവേഴ്സിറ്റിയാണ്, അവർക്ക് എന്തൊക്കെ അക്രഡിഷൻസ് ഉണ്ട്, അവരുടെ ഹോസ്പിറ്റൽസ് എങ്ങനെയാണ്, അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം ചില യൂണിവേഴ്സിറ്റികൾക്കൊക്കെ പല രാജ്യത്തും, ചൈനയിലെന്നല്ല വേറെ ഏതൊക്കെയോ രാജ്യത്ത് ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, അവർക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട് പക്ഷെ അത്ര അങ്ങ് എക്സ്പോഷർ ഇല്ല, അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റിക്ക് ഇതിൻ്റെ വേൾഡ് റാങ്കിങ് എങ്ങനെയാണ് കിടക്കുന്നത്, നമ്മുടെ ഒരുപാട് നല്ല ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി പല രാജ്യങ്ങളിലായിട്ടുണ്ട്. ചൈനയിലൊക്കെ നല്ല ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റി ഉണ്ട്. വേൾഡ് ലാർജസ്റ്റ് ഹോസ്പിറ്റൽ വരുന്നത് യൂണിവേഴ്സിറ്റി ചൈനയിലാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് മാറ്റർ ചെയ്യുന്ന കാര്യം FMG ആണ്. അപ്പം എല്ലാ വർഷവും അവർ പുറത്ത് വിടും പാസിംഗ് പെർസെൻറ്റേജിൻ്റെ ഡാറ്റ. NBA വിടുന്നുണ്ട് എല്ലാ വർഷവും, പെർസെൻറ്റേജ് 2024 എല്ലാ രാജ്യത്തിൻ്റെയും വിടും. അപ്പോൾ ആ രാജ്യങ്ങൾ നോക്കുക, പാസിംഗ് പെർസെൻറ്റേജ് കൂടിയ രാജ്യമാണ്. പാസിംഗ് പെർസെൻറ്റേജ് ചെക്ക് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് മാത്രം നോക്കരുത്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നത് നോക്കും. അത് ഇപ്പൊ ഞാൻ പറഞ്ഞ 2 പിള്ളേർ എഴുതിയിട്ട് ഒരാൾ പാസ്സായാലും 50% ആണ്. 100 പേര് 50 പേര് പാസ്സായാലും 50%. അപ്പം നമ്മൾ അതിലെല്ലാ ഡാറ്റ അവർ പുറത്തു വിടുന്നുണ്ട്. അപ്പം നമുക്ക് അതിന് നല്ലൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പാസിംഗ് പെർസെൻറ്റേജ് അറ്റ്മോസ്ഫിയർ നന്നായാൽ നമുക്കും നല്ലതാണെന്നുള്ളത്. ഈ വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒരു റിസ്കി ഡിസിഷനാണോ? അത് ഒരു കുറച്ചുകൂടി പഠിച്ച് പാസ്സാവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഡോക്ടർ ആവാനുള്ള ഒരു വഴി തന്നെയാണോ? അറ്റ് ലാസ്റ്റ് നമ്മളെ ഡിസിഷൻ ഇതിലോട്ട് വരുന്നത്, നമ്മൾ മുന്നേ നമുക്ക് തന്നെ ആഗ്രഹം ഉണ്ടാവും, ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാവും. അപ്പം നമ്മൾ ഓഫ് കോഴ്സ് ഇവിടെ നീറ്റ് എഴുതും. നീറ്റ് എഴുതിയാൽ നീറ്റിലിപ്പം നമുക്ക് എത്ര മാർക്ക് ഉണ്ടെങ്കിലും അവർക്കൊരു നമ്പർ ഓഫ് സീറ്റ്സ് ഉണ്ട്, ഗവൺമെൻറ് സീറ്റ്സ് ഉണ്ട്. ആ സീറ്റിൽ നമുക്ക് സെക്യൂർ ചെയ്യണമെങ്കിൽ നമുക്ക് ചിലപ്പം നമുക്ക് അത്ര മാർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിൻ്റെ അടുത്ത മാർക്കാണെങ്കിലും ചിലപ്പോൾ നമ്മൾ നീറ്റ് ക്വാളിഫൈ ചെയ്യും, പക്ഷേ ഒരു ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് കിട്ടാനുള്ള ഇതില്ല. പിന്നെ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ആണ്. ഓക്കെ. പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ആകുമ്പം
ഫീസ് നമുക്ക് അഫോർഡബിൾ അല്ല. ഒരിക്കലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് ഒരിക്കലും അഫോർഡബിൾ അല്ല. ക്രോസ് ആൻഡ് ക്രോസ് ആണ് അവർ പറയുന്നത്. പിന്നെ നമ്മുടെ മുമ്പിലുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അബ്രോഡാണ്. പിന്നെ നമ്മൾ അടുത്തത് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അബ്രോഡിൽ നല്ല യൂണിവേഴ്സിറ്റി നോക്കി ചെക്ക് ചെയ്ത് പോകുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഡ്രീം അത് എൻ്റെ ഒരു സജഷനിൽ നമുക്ക് ഡ്രീം ഉണ്ടെങ്കിൽ പോകുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഡ്രീം ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് നല്ലത്. ആരെ നിർബന്ധത്തിനൊക്കെ പോകുമ്പോൾ പിന്നീട് അത് തിരിച്ചു വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതാണ് എല്ലാ കുട്ടികളും ഈ ഡോക്ടർ ആവുന്നുണ്ടോ, അവിടെ പോയിട്ട് കുറച്ചുകൂടി ഫ്രീഡം കിട്ടുമ്പോൾ അങ്ങനെ അതൊക്കെ ഒരു പല പോലെയാണ്. അല്ലേ ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സീനിയേഴ്സൊക്കെ എല്ലാവരും പാസ്സായിട്ടുണ്ട്. ഒരു ഞാൻ പറഞ്ഞില്ല 90-95% എല്ലാവരും പാസ്സായിട്ടുണ്ട്. ബാക്കിയുള്ളവർ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞത് ഈ FMG എക്സാം ക്ലിയർ ചെയ്ത് ഇന്ത്യയിലെ ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിലൊരു എഫേർട്ട് ഇട്ടാൽ മതി. ഒരുവിധം എല്ലാവരും പാസ്സാവുന്നുണ്ട്. നമ്മൾ എഫേർട്ട് വേണം. ഇപ്പോൾ ഈയിടെയായിട്ട് ചൈനയിലേക്ക് കുട്ടികൾ പോകുന്നില്ല MBBS. ഇപ്പോൾ ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ ചൈനയിലേക്ക് അയച്ചിരുന്ന വ്യക്തി. അപ്പോൾ ഞാനിപ്പോൾ ചൈനയിലേക്ക് ഒരു 2023 അയക്കുന്നില്ല. അപ്പോൾ NMCയുടെ പുതിയ ഗൈഡ് ലൈൻസ്. പക്ഷെ ഇപ്പോഴും കുറേ കുട്ടികളൊക്കെ കേരളത്തിൽ പല യൂണിവേഴ്സിറ്റികളിൽ എത്തുന്നുണ്ട്. എങ്ങനെയായിരിക്കും അവരുടെ ഒരു ഫ്യൂച്ചർ? ചൈനയിൽ ഇപ്പം എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഇൻടേക്കിന്റെ സമയത്ത് 2 പേര് സാർ അപ്ലൈ ചെയ്തിരുന്നു. അത് ആ സ്റ്റുഡന്റിന് പർട്ടിക്കുലർ ചൈന തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് എക്സാം ഉണ്ട്, ലൈസൻസി എക്സാമിനേഷൻ ഉണ്ട്, ഇത് പോസിബിൾ അല്ല, ഇമ്പോസിബിൾ ആണ്, എന്നിട്ടും വേണം അവർക്ക് ചൈന വേണം. അങ്ങനെ നമ്മളത് അന്ന് അപ്ലൈ ചെയ്തത് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി, വേറെ ഇതൊന്നുമില്ല, ഡയറക്റ്റ് അപ്ലൈ ചെയ്തു. അപ്പൊ അവര് നമുക്ക് ലാസ്റ്റ് അത് റിജക്റ്റ് ആയി. അത് അവർ ഇൻഫോം ചെയ്തത് നമ്മുടെ FMGL റെഗുലേഷൻസിൽ ഇന്ത്യയുടെ അവരന്വേഷിച്ചപ്പോൾ അവർ ബാക്കി കൺട്രീസ് ഒക്കെ എടുക്കുന്നുണ്ട്, അവരെടുക്കാത്തതാണ്. നമ്മുടെ കേസിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എടുക്കാത്തതാണ്. അവർ പറഞ്ഞ കാര്യം ഇതാണ്, FMGL റെഗുലേഷനിൽ ഇന്ത്യയുടെ ലോ അവർക്ക് അവിടെ വരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് അവർ റിജക്ട് ചെയ്തതാണ്. കാരണം ഇന്ത്യയുടെ ലോ പ്രകാരം മറ്റേ ലൈസൻസിങ് എക്സാം എഴുതണം. മനസ്സിലായി. ലൈസൻസിങ് എക്സാം ഏത് രാജ്യത്താണോ പഠിക്കുന്നത് ആ രാജ്യത്തെ ലൈസൻസിങ് എക്സാം. ചൈനീസ് ലാംഗ്വേജിന്റെ പ്രൊഫഷൻസി ക്ലിയർ ചെയ്യണം. 2 ഈ എക്സാം എഴുതാൻ എന്താണ് ക്രൈറ്റീരിയ എന്നുള്ളത്. കാരണം മുന്നത്തെ റെഗുലേഷൻ പ്രകാരം നമുക്ക് ആവശ്യമില്ല. അപ്പം 2002 ഇടയ്ക്കൊരു ബ്രേക്ക് വന്നില്ല, കോവിഡിന്റെ ബ്രേക്ക് വന്നു. അപ്പൊ ആരും അഡ്മിഷൻ എടുത്തിട്ടുമില്ല. അപ്പൊ ഇപ്പൊ അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ എടുത്ത പിള്ളേർ ഇനി ആ ടൈമിൽ എത്തുമ്പോഴേ നമുക്കത് പറയാൻ പറ്റും. നമ്മുടെ കേസിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ NMC അപ്രൂവ്ഡ് ആയ കോളേജിലാണ് പോകുന്നത്. NMCയിൽ ഇപ്പോഴും അപ്രൂവ്ഡ് തന്നെയാണ് കോളേജ്. പക്ഷെ ഇതിന്റെ കാര്യത്തിൽ FMGL റെഗുലേഷന്റെ കാര്യത്തിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ പുതിയ സാഹചര്യത്തിൽ ചൈന എന്നുള്ളത് ഒരു ഡബിൾ ചെക്ക് ചെയ്തിട്ട് പോകേണ്ട കാര്യം. എല്ലാ രാജ്യത്തിനുമുള്ള നിയമം തന്നെയാണ് ചൈനക്കും. പക്ഷെ ചൈന ഈ ഒരു ലൈസൻസ് എക്സാമിനേഷൻ ചൈനീസ് ലാംഗ്വേജ് ആയതുകൊണ്ടും അത് നമുക്ക് എഴുതാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് ഇനി ഭാവിയിൽ ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചിട്ട് അവർ ക്യാൻസൽ ചെയ്താണ്. ജിലിൻ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളൊരു ലീഡർഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ. എങ്ങനെയായിരുന്നു അതിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ്? നമ്മൾ പിന്നെ കോവിഡിന് ശേഷം തിരിച്ചു വന്നപ്പം നോട്ടിഫിക്കേഷൻ വന്നു, ഇങ്ങനെ യൂണിയന്റെ ഫസ്റ്റ് വന്നത് ഇന്ത്യൻ സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഒരു ഓപ്ഷൻ. അപ്പോൾ ഞാനതിന് അപ്ലൈ ചെയ്തു. ഇലക്ഷനൊക്കെ നടന്നു. അങ്ങനെ ഇലക്ഷനിൽ വോട്ട് കിട്ടി, അങ്ങനെ ജയിച്ചു. പിന്നെ സ്റ്റുഡൻസ് യൂണിയനിൽ മെമ്പറായി. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് യൂണിയനിൽ വരുമ്പോൾ നമുക്ക് ബാക്കി രാജ്യത്തുള്ള എല്ലാവരും ഒന്നും നമുക്ക് പരിചയം, നമ്മുടെ കുറച്ചുകൂടി ഫ്രണ്ട് സർക്കിൾ ഒന്നുകൂടിയും വലുതാവില്ലേ. അപ്പോൾ അവരോട് ഇടപഴകാനും അവരുടെ കാര്യങ്ങൾ ചോദിക്കാനും. പുതിയ സാഹചര്യത്തിൽ വിദേശത്തെ വിവിധ രാജ്യങ്ങളിൽ വിവിധ യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന കുട്ടികളോട് ഒരു സക്സസ്ഫുൾ ആയ ഡോക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് ഏത് രാജ്യമാണെങ്കിലും ബേസിക്കലി ദ പ്രോസസ് ഈസ് സെയിം. നമ്മളിപ്പോൾ ചൈനയാണെങ്കിലും റഷ്യ ആണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി യൂറോപ്യൻ ഏത് രാജ്യമാണെങ്കിലും നമ്മൾ ചൈനയ്ക്ക് പിന്നെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് 5th ഇയർ കഴിയുമ്പോൾ തന്നെ FMG എഴുതാം. അതായത് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ബാക്കി രാജ്യത്തിൽ അതില്ലാന്ന് തോന്നുന്നു. 6 ഇയർ കോഴ്സ് ഇതിൽ നമുക്ക് വൺസ് ഇത് കഴിഞ്ഞാൽ നമുക്ക് അത് എംബസിയിൽ അറ്റസ്റ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് FMG എക്സാം എഴുതാം. ഫൈനൽ തിങ് എന്ന് പറഞ്ഞത് FMG എക്സാമാണ്. FMG എക്സാം പാസ്സാവുക, ഹൗസ് സർജൻസി ചെയ്യുക, നമുക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ മേടിക്കും. എന്ത് അഡ്വൈസാണ് നിങ്ങൾ കൊടുക്കാനുള്ളത്? ഏറ്റവും നേരത്തെ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമുക്ക് ഒന്നിച്ച് 19 സബ്ജക്റ്റ് 6 months കൊണ്ട് ചെയ്യുന്നവരുണ്ട്, ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇപ്പം അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ
ഏറ്റവും ബെസ്റ്റ് നമ്മൾ ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഇങ്ങനെ പഠിച്ച് വന്ന് ലാസ്റ്റ് അതൊന്നിച്ചങ്ങ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് നന്നാവും. അതാണ്. എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാനുകൾ? ഇനി ഇപ്പോൾ പാസിംഗ് സർട്ടിഫിക്കറ്റ് മേടിച്ചു ഡൽഹിയിൽ നിന്ന്. ഇനി ഇവിടെ ഇതിന് അപ്ലൈ ചെയ്യണം, ഹൗസ് സർജൻസിക്ക് അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഹൗസ് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ട്. ഹൗസ് സർജൻസിക്ക് കയറി കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്യണം, നീറ്റ് PGക്ക് പ്രിപ്പയർ ചെയ്യണം. ഒരു ഏറ്റവും അടിപൊളി ഡോക്ടറായിട്ട് സമൂഹത്തിനും കുടുംബത്തിനൊക്കെ നല്ല സന്തോഷം നൽകാൻ കഴിയട്ടെ അല്ലേ? താങ്ക് യു സോ മച്ച്.